ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ ആറുവരി പാതയുടെയും ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഉടനെ ടാർ ചെയ്യും. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ ടാറിങ് പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പം കാവനാടാണ് നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാവനാട് നിന്ന് ചവറ വരെയുള്ള റോഡ് പണി കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അത് കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളി വരെ വീഡിയോ എടുക്കുന്നുണ്ട്. അത് അടുത്ത ദിവസമായിരിക്കും വരുന്നത്. കാവനാട് ഇവിടെ വരുന്ന അണ്ടർപാസ് വലിയൊരു അണ്ടർപാസ്സാണ്. കാരണം ഇങ്ങോട്ട് കൊല്ലം ടൗണിലേക്ക് പോകുന്നത് നേരെ കൊല്ലം ബൈപ്പാസ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിയൊക്കെ കണ്ട ഗഡറൊക്കെ സ്ഥാപിച്ചു. അതിൻ്റെ മേളിൽ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പണി ഏകദേശം ഇത്രത്തോളം പൂർത്തീകരിച്ചു. ഇനി ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തണം. ഇനി നമുക്ക് നേരെ നല്ല വെയിൽ, കുറച്ച് മുമ്പ് വരെ മഴയായിരുന്നു. അപ്പോൾ ഇനി നേരെ നമുക്ക് നേരെ ചവറയിൽ പോകാം. ചവറ വരെയുള്ള റോഡ് പണി കാഴ്ചകൾ കാണാം. ഇത് ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരുപാട് നാളായി കേട്ടോ. വർക്ക് എവിടം വരെ പുരോഗമിച്ചെന്ന് പോയി നോക്കാം. കുറച്ച് നാളായി ഈ ഭാഗത്തെ വീഡിയോ ഒക്കെ എടുത്തിട്ട്. നമ്മുടെ ചാനലിൽ ഇനി തൊട്ട് നമ്മൾ ഇനി സൊമാറ്റോ വ്ളോഗും ചെയ്യുന്നതായിരിക്കും. നമ്മൾ കുറച്ചല്ല 1-2 പേര് ഇറങ്ങി സൊമാറ്റോയുടെ വീഡിയോ ചെയ്യാൻ. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യില്ല, അതിൻ്റെ വീഡിയോ കൂടെ ചെയ്യാം. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 വീഡിയോ സൊമാറ്റോയുടെ, 3 വീഡിയോ റോഡിൻ്റെ വീഡിയോ ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൊമാറ്റോയെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കാവനാട് കഴിഞ്ഞ് മുമ്പോട്ട് പോവുകയാണ്. ഇവിടെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. പോസ്റ്റൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ. ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റാനുണ്ട്. ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ക്രാഷ് ബാരിയറും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഈ ഭാഗത്തെ കാഴ്ചകൾ ഇങ്ങനെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ നമ്മൾ സൊമാറ്റോ വ്ളോഗും കൂടെ ചെയ്യും. അപ്പോൾ അതും കൂടി കയറി കാണണം. ഇവിടെ ഈ ഭാഗത്ത് എത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശക്തികുളങ്ങര ഭാഗത്തെ കാഴ്ചയാണ് നമ്മളിപ്പം കാണുന്നത്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് ഈ ഭാഗത്ത് വർക്ക് നടത്തുന്നത്. ഇതൊക്കെ നമ്മൾ മാസങ്ങൾക്ക് മുമ്പ് ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ കിടക്കുകയാണ് കേട്ടോ. നമുക്ക് നീണ്ടകര പാലത്തിൻ്റെ പണി അവിടെ വരെ അതിന് പോയി നോക്കാം. ഇനി അടുത്ത് നീണ്ടകര പാലത്തിൻ്റെ കാഴ്ച കാണാം. ഇവിടെ 2 പുതിയ പാലമാണ് വരുന്നത്. 2 പാലത്തിൻ്റെ പണി ഒരേപോലെ നടക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ ആയെന്ന് നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന പാലത്തിൻ്റെ പിയർ ഗ്യാപ്പ് വരെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നോക്കാം, നമുക്ക് മുമ്പോട്ട് പോയി. ഓക്കെ, അവിടെ നല്ല രീതിയിൽ പാലത്തിൻ്റെ പണി നമ്മൾ ഇതിനു മുമ്പ് വന്നതിനേക്കാളും നല്ല രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. 2 സൈഡിലെ പാലത്തിൻ്റെ പണി ഒരേപോലെ നടക്കുകയാണ് കേട്ടോ. വാവ്, ഇവിടുത്തെ പിയർ ഗ്യാപ്പിൻ്റെ പണി ബാക്കിയുണ്ട് കേട്ടോ. ഇവിടെ പിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടേ ഉള്ളൂ. പക്ഷേ റൈറ്റ് സൈഡിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം എല്ലാ പിയർ ഗ്യാപ്പ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേളിൽ ഗഡറുകൾ സ്ഥാപിക്കുകയാണ് അടുത്ത പരിപാടി. ഓക്കെ, എല്ലാത്തിൻ്റെയും പിയർ ഗ്യാപ്പ് ഫിനിഷ് ചെയ്തെന്നാണ് തോന്നുന്നത്. ഇവിടുത്തെ ഒന്നും കാണുന്നില്ല, ഇവിടെ നിന്ന് വണ്ടി നിർത്താവില്ല. പക്ഷേ റൈറ്റ് സൈഡിൽ പാലത്തിൻ്റെ പണി നല്ല വേഗത്തിൽ പണി പുരോഗമിച്ചിട്ടുണ്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഇതേപോലെ തന്നെ പിയർ വർക്കൊക്കെ പൂർത്തിയായി. പിയർ ഗ്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ എല്ലാ പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് പൂർത്തിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാലം കഴിഞ്ഞ് വന്ന ഉടനെ ഒരു അണ്ടർപാസും കൂടി ഇവിടെ വരുന്നുണ്ട്.
ചെറിയൊരു അണ്ടർ പാസ്സാണ് കേട്ടോ, പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ട്. നമ്മൾ നീണ്ടകര പാലം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഭാഗം ഇങ്ങനെ ടാർ ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, കുറച്ച് ചെറുതായിട്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ റൈറ്റ് സൈഡിൽ പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ച് ലൈനും വലിച്ച് ചാർജൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ നീണ്ടകരയിലേക്ക് എത്തുമ്പോൾ ഇവിടെ കുറച്ച് ദൂരത്തേക്ക് ഇങ്ങനെ റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സർവീസ് റോഡ് ടാർ ചെയ്തിട്ടുണ്ടോ നോക്കണം. നല്ല അടിപൊളി കൊഞ്ചിക്കുന്നു, കൊഞ്ച് സർവീസ് റോഡ് ഇതേപോലെ ടാർ ചെയ്തിട്ടില്ല, മെറ്റിലെ കൊണ്ട് നിരത്തിയിട്ടുണ്ട്. ഇവിടെ കുറേ ദൂരത്തേക്ക് ഇതേപോലെ ടാറിങ്, ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ട് കാണാം. മഴ ആയതിനെ കൊണ്ട് ഈ മാസം വീഡിയോ ഇട്ടതേ ഇല്ല. അത് ഈ മാസം ഒരു പോലും കിട്ടിയില്ല. ഇപ്പോൾ കുറച്ച് നാൾ സൊമാറ്റോയിൽ ഇറങ്ങാതിരുന്നതാണ്. നമ്മൾ വീണ്ടും അങ്ങനെ സൊമാറ്റോയിലേക്ക് ഇറങ്ങുകയാണ്. ഇനി സ്ഥിരമായിട്ട് സൊമാറ്റോയുടെ വീഡിയോസും കൂടെ ഒരുപാട് തിരുവനന്തപുരത്തും കൊച്ചിയിലൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും വർക്ക് ചെയ്യില്ല, അതിൻ്റെ കൂടെ വ്ളോഗും കൂടെ ഇടക്കട്ട്. റോഡിൻ്റെ വീഡിയോ എന്തായാലും ആഴ്ച 3 വെച്ച് നമ്മൾ ചെയ്യും. ഒരു ദിവസം പോയാൽ തന്നെ നമുക്ക് 3 വീഡിയോ എടുക്കാൻ പറ്റും. ഒരു റൂട്ടിൽ പോകുമ്പോൾ തന്നെ 3 വീഡിയോ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ. അപ്പോൾ നീണ്ടകരയിലെത്തിയപ്പോൾ ഇവിടെ ഫസ്റ്റ് ലെയർ ടാറിങ് ഇത്രയും പൂർത്തിയായിട്ടുണ്ട്. വാവ്, ഇവിടെ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇവിടെ ആറൊരു പാതയുടെയും ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് ടാർ ചെയ്താണ് നമ്മൾ പോകുന്നത് കേട്ടോ, ഒരുപാട് ദൂരത്തേക്ക്. പിന്നെ 2 ഭാഗത്തെയും ക്രാഷ് ബാരിയറിൻ്റെ ഒക്കെ പണിയും നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡിവൈഡർ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് കൊള്ളാം. ഇവിടെ ഞാൻ വീഡിയോ എടുത്തിട്ട് കുറേ നാളായി, 2 മാസങ്ങൾക്ക് മുകളിലായി, 2-3 മാസമായി. അപ്പോൾ ഇവിടെയൊക്കെ ഫസ്റ്റ് ലെയർ ടാറിങ് ഒരുപാട് ദൂരത്തേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആറൂരി പാതയുടെ. അതുപോലെ സർവീസ് റോഡും ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ സർവീസ് റോഡും ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം വീഡിയോ എടുക്കാതിരുന്നപ്പോൾ നാക്കം കയറി ഉളുക്കുന്നു. നമുക്ക് ഇത് ചിലാന്തിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്രത്തോളം വർക്ക് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നീണ്ടകര കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കേട്ടോ. നമ്മളിപ്പം പോകുന്നതും പുതിയ റോഡാണ് കേട്ടോ. നിലവിലുണ്ടാകുന്ന റോഡ് റൈറ്റ് സൈഡിലാണ്. അവിടെ പുതിയതായിട്ട് ടാർ ചെയ്യാനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പുതിയ റോഡാണ്. ഇവിടെ ഇത്രത്തോളം ഫസ്റ്റ് ലെയറിങ് ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഉടനെ തന്നെ ടാറിങ് തുടങ്ങും കേട്ടോ. അവിടെ ബാക്കി മെറ്റിലും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ട്. ഭാഗത്ത് ഗ്രാവല് കാര്യങ്ങളെല്ലാം കൊണ്ട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് പുതിയ റോഡാണ് കേട്ടോ, പുതിയതായിട്ട് ടാർ ചെയ്ത റോഡാണ്. ഈ ആറൂര് പാതയിൽ വരുന്ന റോഡാണ്. അതിൻ്റെ ഫസ്റ്റ് ലെയറിൽ ടാറിങ് ആണ് കുറച്ച് ഭാഗത്തേക്ക് പൂർത്തീകരിച്ച് ഇതുവഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടത്തി വിടുന്നത്. നിലവിലുണ്ടായിരുന്ന പഴയ റോഡ് റൈറ്റ് സൈഡിലായിരുന്നു, അത് കുത്തിപ്പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉടനെ ടാർ ചെയ്യും. ഇവിടെ ഒരുപാട് ദൂരത്തേക്ക് ഇങ്ങനെ ടാറിങ് പണി പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് ലെയർ ടാറിങ് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ അടിപൊളി. ഓക്കെ, ഇപ്പം നമ്മൾ വീണ്ടും പഴയ നിലവിലുള്ള റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ ഇനി നമ്മളിപ്പം നീണ്ടകര ഈ താലൂക്ക് ആശുപത്രിയുടെ ഫ്രണ്ടാണ്. താലൂക്ക് ആശുപത്രി അല്ലേ? അപ്പോൾ ഇവിടെയൊക്കെ പോസ്റ്റൊക്കെ ഇനി മാറ്റാം കേട്ടോ. ഇവിടെയൊക്കെ നല്ല രീതിയിൽ പണി ബാക്കിയുണ്ട്. നിരന്ന പ്രദേശമായതിനെ കൊണ്ട് തന്നെ പണി വേഗത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇങ്ങോട്ട് മഴക്കാലമാണ്, അപ്പോൾ വർക്കുകൾ ഇനി വീണ്ടും നല്ല രീതിയിൽ സ്ലോ ആവും.
ഇപ്പം താലൂക്ക് ആശുപത്രിയുടെ ഭാഗം കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെയൊന്നും റോഡ് പണി എങ്ങും എത്തിയിട്ടില്ല. ഈ ഭാഗത്തുനിന്നും വർക്കുകൾ ഒരുപാട് പെൻഡിങ് ആണ് കേട്ടോ. പെൻഡിങ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വർക്കുകൾ വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടില്ല. അപ്പോൾ നല്ല കട്ട ബ്ലോക്കാണ്. അതിലെ ഇറക്കി കഴിഞ്ഞാൽ നല്ല കട്ട ചെളി. എന്താണ് ബ്ലോക്ക്? ആക്സിഡൻ്റ് എങ്ങനെയാണ്? ഓ, ആക്സിഡൻ്റ് തന്നെ. KSRTCയും കാറും തമ്മിൽ തട്ടി. വലിയ തട്ടലില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട്. അമ്മോ, കട്ടച്ചെളി. പോലീസൊക്കെ വന്നു കേട്ടോ. ചെറിയതായിട്ട് വലിയ തട്ട്. ഫ്രണ്ടിലും ബാക്കിലും ഇടിച്ചോ? ഓ, 3 വണ്ടി തമ്മിൽ ഇടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ഫ്രണ്ടും പോയി ബാക്കും പോയി. KSRTCക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഓ, ചെളി. ഈ KSRTC ആയിട്ടാണ് തട്ടിയത്. സൂപ്പർ ഫാസ്റ്റ്. ഭയങ്കര തിരക്കല്ലേ. ഓ, ഈ കാറിൻ്റെ ബാക്കിലിടിച്ച്, ഈ കാറ് ഈ വണ്ടിയുടെ ബാക്കിലിടിച്ച്. ഓ, എന്തോ ബ്ലോക്ക്. എൻ്റെ പൊന്നോ, എന്ത് ചെറിയ റോഡായിരുന്നല്ലേ നമ്മളെ പഴയ റോഡ്. ഓ, അല്ല, ഇപ്പോഴും ഈ റോഡ് തന്നെയാണ്. കുറച്ചും കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. 1.5-2 വർഷത്തിനടുത്ത് വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല റോഡ് വരെ. എന്തോരം ബ്ലോക്ക് നോക്കിയേ. ഓ, സെക്കൻഡുകൾക്കുള്ളിൽ ബ്ലോക്കുകൾ വന്ന് ആയതാട്ടോ. ഇത്രയ്ക്ക് ചെറിയ റോഡാണ് നമ്മളെ നാഷണൽ ഹൈവേ, കേരളത്തിലെ പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേ. ഇത്രയ്ക്ക് ചെറിയ റോഡായിരുന്നു. ഇപ്പോഴെങ്കിലും 6 വരി പാത ആവാൻ പോകുന്നത്. നമുക്കും ഇനി വരാൻ പോകുന്നവരുടെ നല്ല സമയം. അപ്പോഴ് നമ്മൾ ചവറയിലെത്തി. ഇവിടെ മുമ്പേ ബ്ലോക്ക് ഉണ്ടല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുമ്പോട്ട് പോയിട്ട് ഒരു 10 മിനിറ്റ് 4 മിനിറ്റായി. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇവിടുന്ന് അടുത്ത വീഡിയോ, ഇവിടുന്ന് കരുനാഗപ്പള്ളി വരെയുള്ള കാഴ്ചകളായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അപ്പോൾ അതുവരെ ബൈ. നമ്മൾ ചവറയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ചവറ ജംഗ്ഷനിലെ കാഴ്ചകളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മളിതിന് മുമ്പ് എടുത്ത വീഡിയോയിൽ പോലെ തന്നെയാണ്. പ്രത്യേകം ഇവിടെ നിർമ്മാണ പ്രവർത്തനമൊന്നും നടന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ ബൈ.